ഇന്ന് ഞങ്ങൾ ശാസ്താംപാറ ശിവക്ഷേത്രത്തിൽ പോവുകയാണ്. ഇത്തിരി ഉള്ളിലോട്ടാട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള റോഡ് ഓക്കെ ആണെങ്കിലും നമ്മുടെ ക്ഷേത്രത്തിലോട്ട് അങ്ങോട്ട് പോകണം ഇത്തിരി ഉള്ളിലോട്ടാണ്. അതുകൊണ്ട് അറിയാലോ, ഇത്തിരി റോഡൊന്നും വലിയ ഇതൊന്നുമില്ല. എന്നാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുപോലെ ഇന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് ഭയങ്കര തണുപ്പും കൂടെ ആയിരുന്നു. അപ്പം നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു അമ്പലവും കൂടെയാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. കണ്ടോ, റോഡ് കണ്ടോ? ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ബട്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ക്ഷേത്രത്തിലെത്തി. അവിടെ ക്ഷേത്രത്തിൽ പണി നടക്കും എന്തോ ആയിരുന്നു. പിന്നെ ഇതാണ് പോറ്റി കേട്ടോ അവിടുത്തെ. ഇങ്ങനെ ഞങ്ങളുടെ അമ്മാമ്മ അതാ അവിടെ നിൽപ്പുണ്ട് ക്ഷേത്രത്തിൽ. അപ്പം ഇതാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാട്. അവിടെ പോറ്റി അവിടെയും എന്തോ ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അതിൻ്റെ പൂജയ്ക്ക് പോയിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരെ അമ്പലത്തിൽ തൊഴാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് അമ്മാമ്മ അവിടെ ഉണ്ട്. കണ്ടോ, ആ റെഡ് സാരിയാണ് അമ്മാമ്മ. കണ്ടോ, വ്യൂ കണ്ടോ? എന്ത് രസമായിരുന്നെന്നറിയോ അവിടുത്തെ വ്യൂ ഒക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമതിപ്പം മഞ്ഞൊക്കെ ആയിട്ടല്ലേ, മൂടൽ മഞ്ഞൊക്കെ ആയിട്ട് അവിടെ എങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇനി നമ്മൾ വേറെ അങ്ങോട്ട് ഒരു നാഗക്ഷേത്രം കൂടെ ഉണ്ട്, അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയപ്പോഴാണ് ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ല ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല കണ്ണിനൊക്കെ ഒരു കുളിർമയുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്ടേ കണ്ടോ, എല്ലാം കൊക്ക പോലത്തെ പ്ലേസാണ്. നമ്മൾ സൂക്ഷിച്ചൊക്കെ നടക്കണം. ഇതാ കണ്ടോ, ഒരു നീലപ്പൂവ് ഗൈസ് നോക്കൂ. നീലപ്പൂവും മഞ്ഞക്കായും എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ബട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതാ അവിടെ ഒരു നെല്ലിമരം നിൽക്കുന്ന കണ്ടോ, അതിൽ നിറച്ച് നെല്ലിക്കയായിരുന്നു. അപ്പോൾ നമുക്ക് അതും പറിക്കണമെന്നൊക്കെ ഉള്ളൊരു പറിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് പറിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ വ്യൂ. നിങ്ങളിതൊന്ന് കണ്ടു നോക്ക്. ഈ പാട്ടണം. ഇവിടത്തെ നാടാണ് നാട്, മലമൂടും മഞ്ഞാണ് മഞ്ഞ്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമായിരുന്നു. ഭയങ്കര നമുക്കൊരു പീസൊക്കെ കിട്ടൂലേ, ആ ഒരു അവിടെ നിൽക്കുമ്പോഴേ നമുക്കൊരു മനസ്സിലൊരു സമാധാനമാണ് കേട്ടോ. ആ പ്ലേസിൻ്റെ ആണോ ആ ഒരു അറിയത്തില്ല, വളരെ ഒരു സമാധാനം തന്നൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. അപ്പം ഇതാണ്ടേ നെല്ലിക്ക കണ്ടോ, നമ്മൾ കൈ കൊണ്ട് പറിക്കാൻ പറ്റും. അത്രയും കുഞ്ഞു മരമാണ്, അതിൽ നിന്ന് നെല്ലിക്ക പറിക്കാൻ പറ്റും. അനിയത്തി അപ്പോഴത്തേക്ക് മാമൻ പറഞ്ഞ് അവളെ മരത്തിൽ കയറ്റിയിട്ടുണ്ട്. കാരണം കുഞ്ഞു മരവാ, പെട്ടെന്ന് നമുക്ക് കണ്ടോ ഇതൊക്കെ ഉണ്ട്. പിന്നെ മാമന് നിന്ന് പറിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ അവളെ എടുക്കുന്നുണ്ട്. ബട്ട് എനിക്ക് കറക്റ്റ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നെല്ലിക്ക കാണിച്ചു തരാവേ. കണ്ടോ, നമുക്ക് കൈകൊണ്ട് പറിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് നെല്ലിക്ക നമ്മൾ പറിച്ചോളൂ, കാരണം പൂജയ്ക്ക് സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂജയ്ക്ക് പോയി. കണ്ടോ, നാടൻ നെല്ലിക്ക. ഇതാണ് നമ്മുടെ കാട്ടു നെല്ലിക്ക എന്നൊക്കെ പറയും. ഇത് കാട്ടു നെല്ലിക്കയാണ് കേട്ടോ. അവൾ വീണ്ടും അവിടെ തന്നെ പറിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവളെ കയ്യിലേക്ക് ഒരു കൊണ്ട ഒടിഞ്ഞു വന്നു. അതുകൊണ്ട് മാമ എടുത്തുകൊണ്ട് വന്നുണ്ടോ, അതിൽ നിറച്ച് നെല്ലിക്കയായിരുന്നു. അതൊക്കെ പറിച്ചു കഴിച്ചു. നല്ല ടേസ്റ്റാണ്. വലിയ പുളിപ്പോ കയ്പോ ഒന്നുമില്ല. നമുക്ക് ഒരു ഇനിപ്പ് അതിൽ അറിയാൻ പറ്റും കേട്ടോ. വലിയ പുളിപ്പൊന്നും ഇല്ലാത്ത നെല്ലിക്കയായിരുന്നു. ചിലതിന് നല്ല പുളിപ്പായിരുന്നു. നോക്കിയപ്പോൾ ഈ ഒരു കായ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുമാതിരി മഞ്ഞ കളർ കായും ഈ കളർ പൂവും, നീല കളർ പൂവും കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരുന്നെന്നറിയോ. പിന്നെ നിങ്ങൾക്ക് ഈ സാധനം അറിയോ, ആട്ടുംകാലി സൂപ്പ് കുടിക്കണേ. ഇവിടെ നിറഞ്ഞ് കിടപ്പുണ്ട് കണ്ടോ. പിന്നെ പൂജ സ്റ്റാർട്ടായി. അപ്പോഴത്തേക്കും നമ്മൾ പ്രസാദമൊക്കെ മേടിച്ചു. ഇതാണ് അവിടുത്തെ പ്രസാദം. പിന്നെ എന്നിട്ട് നമ്മുടെ പായസം തരണമായി. നല്ല കടും പായസമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. എൻ്റെ അനിയത്തി എനിക്ക് വാരി തരുമായിരുന്നു. കാരണം കയ്യിൽ ഫോണും പ്രസാദമൊക്കെ ഇരിക്കണോണ്ട് അവൾ വാരി തന്നായിരുന്നു. പിന്നെ വേറെ പൂജാ സാധനങ്ങളൊക്കെ മാമ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് നമ്മളിതാ വീട്ടിലോട്ട് പോകണം. നമ്മൾ അവിടെ കുറച്ചേരം ഇരുന്ന് കേട്ടോ. ഇരുന്ന് അത്രയ്ക്ക് നല്ല സ്ഥലം കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. നമ്മളവിടെ കുറച്ചേരം ഇരുന്നിട്ടാണ് പോകുന്നത്. ഇത് ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് പാലമരമാണ്. പിന്നെ അവിടെ ഈ എന്തൊക്കെയൊക്കെയോ പൂക്കളും കായും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് പേരൊന്നും അറിയത്തില്ല. പിന്നെ ഞാനും അനിയത്തിയും നടക്കാൻ തുടങ്ങി. കാരണം നമ്മൾ നേരത്തെ പറിച്ച നെല്ലിക്കയും ചവച്ച് വെച്ച് നടന്നു. അമ്മാമ്മയെ കൊണ്ട് മാമൻ വിടാൻ പോയി. പിന്നെ ഒരുത്തി എൻ്റെ കൈയും പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചു ദൂരം ഇങ്ങനെ ഓടിച്ചാടി ഈ വഴി വന്നപ്പോൾ പിടിക്കണ്ട നീ, ഞാൻ പോണു.
കുഞ്ഞു അവിടെ കറങ്ങി കറങ്ങി നിൽക്കണ കണ്ടപ്പോൾ അതിനെയും കൂടെ വിളിച്ചോണ്ട് വീട്ടിൽ വരുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു ഗുണ്ടു വീട്ടിൽ കയറ്റൂല നിന്നെ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്ന കേട്ടോ അവളെ. പ്രസാദം ശാന്തമാമയ്ക്കും കൊടുത്തായിരുന്നു. പ്രാണൻ പോകുമ്പോൾ കൂടി നിന്നവർ കരയുമ്പോൾ. നമ്മുടെ അമ്മ വന്നിട്ട് നാമത്തിന് പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് അമ്മയെ കാണാത്തത്. ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോഴേക്കും ഗുണ്ടു അവിടെ അവൻ്റെ മെത്തയിൽ കിടപ്പുണ്ട്. പിന്നെ അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.